വാർത്തകളിലേക്ക്. ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണിയായ സോന മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബം. തീ കൊളുത്താൻ ഉപയോഗിച്ച പെട്രോൾ വാങ്ങിയത് സോന തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതിൽ മറ്റാരുടെയെങ്കിലും പ്രേരണയോ ദുരൂഹതയോ ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. 65% പൊള്ളലേറ്റ ഭർത്താവ് രജിൻലാൽ ചികിത്സയിലാണ്. ഇയാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരത് SS വിവരങ്ങൾ നൽകും. ശരത്ത്, ഓരോ ദിവസവും ദുരൂഹത വർദ്ധിക്കുകയാണ്. പലതരത്തിലുള്ള സംശയങ്ങളാണ്. ഇപ്പോൾ ഈ സോനയുടെ കുടുംബം പറഞ്ഞിരുന്നത് രജിൻലാലിന് ഈ ഒരു തീപിടുത്തത്തിൽ പങ്കുണ്ട്, രജിൻലാൽ മനഃപൂർവ്വം വരുത്തിയൊരു അപകടമാണെന്നൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ രജിൻലാലിൽ നിന്ന് വിവരങ്ങൾ പോലീസ് തേടിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? എന്താണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്? ഷിയാസ്, അതായത് ഇതിൽ തുടക്കം മുതൽ തന്നെ ഈ പറഞ്ഞ പോലെ ദുരൂഹതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബം ഇതിലൊരു ആരോപണമായി നേരത്തെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. രജിൻലാലിനെതിരെയാണ് സോനയുടെ കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നത്. അതായത് ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. അത്തരം സംശയമായിരുന്നു കുടുംബം തുടക്കത്തിൽ പ്രകടിപ്പിച്ചത്. പക്ഷേ ഏതായാലും പിന്നീട് പരിശോധിച്ചപ്പോൾ ഇത് ആസൂത്രിതമായൊരു സംഭവം ഇതിന് പുറകിലുണ്ട്. ഇത്തരത്തിൽ പെട്രോൾ കാറിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നതും അതിൽ തീപിടിച്ചതുമാകാം ഈ ഇത്തരത്തിലൊരു വലിയ തീപിടുത്തത്തിലേക്കും മരണത്തിലേക്കും തന്നെ എത്തിച്ചത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ ആര് വാങ്ങി എന്ന പരിശോധനയിലാണ് ഇത്തരത്തിൽ സോനയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. നടുവണ്ണൂർ പേരാമ്പ്ര റോഡിലുള്ള പെട്രോൾ പമ്പിൽ നിന്ന് സോന പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇത് സോന തന്നെയാണ് എന്ന് കുടുംബം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഘട്ടത്തിലാണ് കുടുംബം ഇപ്പോൾ വീണ്ടും രംഗത്ത് വരുന്നത്. അതായത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അതായത് മകൾ തരത്തിൽ പെട്രോൾ വാങ്ങിയത് രജിൻലാൽ പറഞ്ഞിട്ടായിരിക്കാം. കാരണം രജിൻലാലിന് ഇരുചക്ര വാഹനമാണുള്ളത്. അദ്ദേഹത്തിന്റെ പെട്രോൾ തീർന്നിട്ടോ മറ്റോ ഫോണിൽ ബന്ധപ്പെട്ടതോ അങ്ങനെ ഫോണിൽ ഇത്തരത്തിൽ പെട്രോൾ അതിനുവേണ്ടി വാങ്ങിയതാവാം. അല്ലാതെ മകൾ അത്തരത്തിൽ പെട്രോൾ വാങ്ങേണ്ട യാതൊരു സാഹചര്യവുമില്ല. തലേ ദിവസം തന്നോട് സംസാരിക്കുമ്പോഴും മകൾക്ക് അത്തരത്തിലൊരു അസ്വസ്ഥതയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. വളരെ സന്തോഷവതിയായി തന്നെയാണ് മകൾ തന്നോട് സംസാരിച്ചത് എന്നുള്ളതാണ് സോനയുടെ അമ്മ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ആ രീതിയിൽ ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇത് കുറ്റം ചെയ്തത് രജിൻലാലാണ് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുകയും ചെയ്തത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇരുവരുടെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളോ മറ്റെന്തെങ്കിലും ആസൂത്രണമോ ഇതിൽ പുറകിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ CCTVകളും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പോലീസ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണത്തിന് പുറമെ ഇത്തരത്തിൽ ഈ തീപിടുത്തമുണ്ടായത് പെട്രോൾ ഉള്ളിൽ ചെന്നതിനോട് തന്നെയാണ്. അതല്ലാതെ കാറിൽ ഷോർട്ട് സർക്യൂട്ടോ ഇന്ധനം ലീക്കായതോ ഒന്നും തന്നെയല്ല എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പെട്രോൾ എന്തിനെത്തിച്ചു, ആരാണ് ആസൂത്രണം ചെയ്തത് എന്നുള്ള കാര്യത്തിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടത്. ശരി ശരത്ത്.